ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ കൗണ്ടർ ചെയ്യാൻ എല്ലാ കളികളിലും സീമിംഗ് പിച്ച് ആയിരിക്കുമെന്നാണ് ഓസ്ട്രേലിയ പറയുന്നത്. സീമിംഗ് പിച്ചിൽ ഇപ്പോഴുള്ള ഓസ്ട്രേലിയൻ ബാറ്റിംഗ് എങ്ങനെ കളിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇംഗ്ലണ്ടിനേക്കാൾ മോശമായ ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഓസ്ട്രേലിയക്ക് ഈ പ്രാവശ്യം. പക്ഷേ സമയത്ത് ഇവർ ക്ലിക്കായി ഫോമായാൽ ഇംഗ്ലണ്ട് കുറച്ച് ഉയർക്കും. ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ 3-1 ജയിച്ചുവെങ്കിലും പല മത്സരങ്ങളിലും ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. അത് മുതലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഇന്ത്യയുടെ ബാറ്റിംഗിൽ രോഹിത്തും കോഹ്ലിയും ഫ്രീ വിക്കറ്റ് ആയിരുന്നു. ഒരു ഇന്നിങ്സ് മാത്രമാണ് കോഹ്ലി മര്യാദക്ക് കളിച്ചത്. ബുംറയും ഒരു പരിധിവരെ സിറാജുമല്ലാതെ പ്രോപ്പർ ബൗളർമാർ ഇന്ത്യക്കില്ലായിരുന്നു. ഹർഷിത്, പ്രസിദ് എന്നിവരെല്ലാം പുതിയ കളിക്കാരായിരുന്നു. ഒരു അറ്റാക്കിംഗ് സ്പിൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഒരു പ്രോപ്പർ സീമിംഗ് ഓൾറൗണ്ടറും ഇല്ലായിരുന്നു. ഇതിന്റെ നേരെ വിപരീതമാണ് ഇംഗ്ലണ്ട് ടീം. ക്രോലി, പോപ്പ് എന്നിവർ കൺസിസ്റ്റന്റ് അല്ല. റൂട്ട് എങ്ങനെ ഓസ്ട്രേലിയ ഇക്കുറി കളിക്കുമെന്നത് കാണാൻ വെയിറ്റിംഗ് ആണ്. സ്റ്റോക്സിന്റെ ബൗളിംഗിലെ സ്പാർക്ക് ബാറ്റിംഗിൽ കൂടി വന്നാൽ ഇംഗ്ലണ്ട് ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള ഇംഗ്ലണ്ട് ടീമിൽ ഏറ്റവും സ്ട്രോങ് ഇക്കുറി പോകുന്നതാണ്. ഷുഐബ് ബഷീർ ഒഴികെ ടീമിലെ ബാക്കി എല്ലാവരും ബാറ്റ് ചെയ്യാൻ അറിയുന്നവരാണ്. വളരെ സ്ട്രോങ് ആയ ഒരു പേസ് ബൗളിംഗ് യൂണിറ്റ് അവർക്കുണ്ട്. ആർച്ചർ, വുഡ്, സ്റ്റോക്സ്, അറ്റ്കിൻസൺ, കാർസ്, പോർട്സ്, ടങ് എന്നിങ്ങനെ സെറ്റായ ബൗളിംഗ് യൂണിറ്റ് ഉണ്ട്. ഇവരിൽ ചിലർക്ക് ഇഞ്ചുറി സാധ്യത കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ തലവേദന. ഡാക്കറ്റ്, ബ്രൂക്ക്, സ്മിത്ത്, റൂട്ട് എന്നിവരെല്ലാം ഫോമിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ കളിക്കുമ്പോൾ അവരുടെ ബൗളർമാർ ഒരു തലവേദന തന്നെയാണ്. അതിനെ ഇംഗ്ലണ്ട് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു എന്ന് കാണാൻ വെയിറ്റിംഗ് ആണ്. പലരും പറയുന്നു സീമിംഗ് പിച്ചിൽ ബാസ്ബോൾ വർക്ക് ആവില്ല എന്ന്. പക്ഷേ ന്യൂസിലാൻഡിൽ പോയി അവരെ തോൽപ്പിച്ചതാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ വൈറ്റ് വാഷ് അടിച്ചതിന്റെ ഫലത്തിൽ WTC ഫൈനൽ സ്വപ്നം കണ്ട അവരെ തീർത്തത് ബാസ്ബോൾ ആയിരുന്നു. എല്ലാ ബോളിലും ബൗണ്ടറി നേടുക എന്നുള്ളതല്ല ബാസ്ബോൾ. നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ അതിന്റെ 100% മൂർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് ബാസ്ബോൾ. ജയിച്ചാലും തോറ്റാലും എതിരാളികളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ അനുവദിക്കാതെ അവരുടെ പാളയത്തിൽ കയറി അടിക്കുന്നതാണ് ബാസ്ബോൾ. തോൽവികൾ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നട്ടലിൽ പണയം വെക്കുന്നതല്ല ബാസ്ബോൾ. ബാസ്ബോൾ എന്ന രീതിയിൽ ആകെയുള്ള പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ബാസ്ബോൾ കളിച്ച് ഒരു കളി ജയിക്കുമ്പോൾ ഇംഗ്ലണ്ട് ആ രീതി മുന്നോട്ട് തുടരുകയും എപ്പോഴെങ്കിലും ഒരു തോൽവി ഉണ്ടാവുമ്പോൾ അതിനുശേഷം അടുത്ത കളി മുതൽ അവർ ബാസ്ബോൾ ഉപേക്ഷിച്ച് ട്രഡീഷണലായി ടെസ്റ്റ് കളിക്കാൻ നോക്കുന്നു എന്നതാണ്. അവർ ട്രഡീഷണലായി കളിച്ചു ബാക്കി കളികൾ കൂടി തോൽക്കും. ഒടുക്കം കുറ്റം വരുമ്പോൾ പൊതുവെ ബാസ്ബോൾ കളിച്ചു തോറ്റതാണ് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടും. ഇംഗ്ലണ്ടിന്റെ സമകാലിക സീരീസ് എടുത്തു നോക്കിയാൽ ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. ഇംഗ്ലണ്ട് ബാസ്ബോൾ കളിക്കുന്നു, ആദ്യ ടെസ്റ്റ് ജയിക്കുന്നു, രണ്ടാം ടെസ്റ്റ് വീണ്ടും ബാസ്ബോൾ കളിക്കുന്നു, അത് തോറ്റാൽ അടുത്ത ടെസ്റ്റ് മുതൽ ഇംഗ്ലണ്ട് ട്രഡീഷണലായി കളിക്കും, അത് തോൽക്കും. 3 ടെസ്റ്റിന്റെ പരമ്പരയാണെങ്കിൽ അവസാന 2ഉം തോൽക്കും. ഒടുക്കം എല്ലാവരും പറയും ബാസ്ബോൾ കളിച്ചു തോറ്റുവെന്ന്. ഇത് സ്ഥിരമായി കളിക്കുന്നതാണ്. അതുപോലെ ആദ്യ 2 ടെസ്റ്റുകൾ ബാസ്ബോൾ കളിച്ചു ജയിച്ചാൽ പിന്നീട് ഇംഗ്ലണ്ട് ആ സീരീസിൽ നല്ല മുൻതൂക്കം നേടുകയും ചെയ്യാറുണ്ട്. ഇംഗ്ലണ്ട് ബാസ്ബോൾ എന്ന സ്ട്രാറ്റജി ട്രസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു സീരീസിലെ മുഴുവൻ മത്സരങ്ങളിലും അതുപോലെ കളിക്കണം. അല്ലാതെ ഒരെണ്ണം തോൽക്കുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റുന്നത് ശരിയല്ല. ഒടുക്കം ബാസ്ബോളിനാവും ചീത്തപ്പേര് മുഴുവൻ. ഇംഗ്ലണ്ടിനെ ബാസ്ബോൾ ഓസ്ട്രേലിയ ഭയക്കുന്നു എന്ന് തന്നെയാണ് പിച്ചിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. ഒരു മെന്റൽ എഡ്ജ് ചെറുതായിട്ടെങ്കിലും ഇംഗ്ലണ്ട് നേടിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ പ്രവചനങ്ങൾക്ക് അതീതമാണ് ക്രിക്കറ്റ് എന്ന ഗെയിം. ആ ദിവസം ആ സമയത്ത് ഏതെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ ഒരു കളിക്കാരൻ ഒരു മായാജാലം കാട്ടിയാൽ റിസൾട്ട് മാറാൻ അത് മാത്രം മതി.